ഈ മനുഷ്യൻ വളരെ ബോറ് പരിപാടിയാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിൽ യോജിച്ചു കൊടുക്കാൻ പറ്റാത്ത ലെവലിലുള്ള മഹാബോറ് പരിപാടി. എന്താണ് ഉണ്ടായെന്നുള്ളത് പറയാം. ലൈവിനകത്ത് റെന ഫാത്തിമയും അഭിലാഷും മെയിൻ ഗേറ്റ് വഴി പ്രവേശിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പൊ എല്ലാവരോടും പോയി റെന സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അനീഷേട്ടാ എല്ലാം ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ രീതിയിൽ നിൽക്കുകയാണ് ആ കുട്ടി. എല്ലാവരോടും മിണ്ടുന്നുണ്ട്, ആരോടും ഒരു വ്യത്യാസവും വേർതിരിവും കാണിക്കാതെ എല്ലാവരോടും ആ കുട്ടി പോയി മിണ്ടുന്നുണ്ട്. എന്നിട്ട് ഈ മുൻഷി എന്ന് പറയുന്ന ഈ മുഷിഞ്ഞ മനുഷ്യന്റെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാള് മൊട കാണിക്കുന്നു. ഇയാള് മിണ്ടാൻ തയ്യാറാവുന്നില്ല. കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതില് കൈ നീട്ടിപ്പിക്കുമ്പോൾ പോലും ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ട് ഹൗസിനകത്തേക്ക് വന്നപ്പോ കണ്ട ഒരാളാണ്. അത്ര യോജിച്ചു പോകാനൊന്നും പറ്റിയില്ല, ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്തിനാണ് ഈ ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് പെരുമാറുന്നത്? മഹാബോറ് പരിപാടിയായിപ്പോയി. ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഇയാൾ ഈ കാണിക്കുന്ന ഈ വൃത്തികെട്ട നിലപാടിനോട് ഒട്ടും യോജിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് അനീഷിനെ ടാർഗറ്റ് ചെയ്തത്, അനുമോളെ ടാർഗറ്റ് ചെയ്തത് ഒക്കെ പോട്ടേന്ന് വെക്കാം. എന്നിരുന്നാൽ പോലും ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരു മനുഷ്യന്റെ ബേസിക് ക്വാളിറ്റി ആയിരിക്കണം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, എല്ലാവരോടും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുക, സഹജീവികളോടൊരു മര്യാദ കാണിക്കുക എന്നുള്ളത്. ആ മര്യാദ പോലും, ബേസിക് മര്യാദ പോലും തൊട്ട് തീണ്ടാത്ത ഇയാളെയൊക്കെ പിടിച്ച് പുറത്തേക്ക് തള്ളണം. എന്തുകൊണ്ടും ഈ സീസണിലെ ഏറ്റവും ഡിസേർവിങ് എവിക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു എവിക്ഷൻ ആയിരുന്നു മുൻഷി രഞ്ജിത്ത് കേട്ടോ. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ബേസിക് ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ട ഒരു ഡീസൻസിയും ഇല്ലാത്തൊരു മനുഷ്യൻ, വൃത്തികെട്ട മനുഷ്യൻ.